സതീശനെതിരെ ഹൈക്കോടതിയുടെ ബോംബ്. ആ AI ക്യാമറ വിവാദം ഓർമ്മയില്ലേ? സതീശൻ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് ചെന്നിത്തലയുമായിട്ട് ജോയിൻ്റായി ഒരു ഹർജിയുമായി ഹൈക്കോടതിയിൽ ചെന്നിട്ട് ഈ പദ്ധതിയിൽ അഴിമതിയുണ്ട്, ആ അഴിമതിയിൽ ഹൈക്കോടതി നേരിട്ട് അന്വേഷിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ച ഹർജി ഇന്നിപ്പോൾ ഹൈക്കോടതി ആ വിഷയത്തിൽ വിശദമായ വാദം കേട്ടിട്ട് സതീശൻ്റെ ആസനത്തിൽ വെച്ച് ഒരു ബോംബ് അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. ഹർജി നേരെ എടുത്ത് കടമ്പ്രയാറിൽ ഒരൊറ്റ ഏറി എടുത്തുകൊണ്ട് പോടാതിൻ്റെ ഹർജി എന്ന ബോംബാക്രമണം നടത്തി ഹൈക്കോടതിയിൽ നിന്ന് സതീശനെ ഇറക്കി വിടുന്ന സാഹചര്യമുണ്ടായി. ക്യാമറ അഴിമതി ആരോപണത്തിൽ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും തിരിച്ചടി. സംസ്ഥാന സർക്കാരിനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. അന്വേഷണ ആവശ്യം നിലനിൽക്കില്ല, ആരോപണം തെളിയിക്കുന്നതിൽ ഹർജിക്കാർ പരാജയപ്പെട്ടു എന്നും കോടതി പറയുന്നു. എന്തായാലും ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി വരെ സതീശനെതിരെ ബോംബ് പൊട്ടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. 2023 AI ക്യാമറയുമായി ബന്ധപ്പെട്ട് മുഴുവൻ അഴിമതിയാണ് എന്ന നിലയ്ക്ക് സതീശൻ കേരളത്തിലെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കുറേ കഥയിറക്കി വിട്ടത്. സതീശൻ പറയുന്ന വാക്കും അത് കേൾക്കുന്ന മാധ്യമങ്ങൾ വലിയ ആഘോഷം നടത്തുമ്പോൾ ഒരിക്കൽ കൂടി തിരിച്ചറിയുക, അത് വെറും പഴയ ചാക്കിന് സമാനമാണ്. ഒരു വില പോലും കൽപ്പിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ്. പറയുന്ന ഒരു കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിലെ ഡയലോഗിനപ്പുറം കോടതിയുടെ വരാന്തയിൽ പോലും ഇയാളുടെ ആരോപണങ്ങൾ നിൽക്കില്ല എന്നതിൻ്റെ തെളിവ് കൂടിയായിട്ടാണ് ഇപ്പോൾ ഈ ഹർജിയെടുത്ത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് തോട്ടിലെറിഞ്ഞത്. ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി കമ്പനികളുമായി ഉണ്ടാക്കിയ കരാർ റദ്ദാക്കണമെന്നായിരുന്നു ഹർജിയിൽ ആവശ്യം. പോരാത്തതിന് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. വിശദമായിട്ടുള്ള വാദം കേട്ടതിന് ശേഷം ഹൈക്കോടതി തലയ്ക്ക് വെളിവില്ലേ എന്ന രീതിയിലാണ് സതീശനെ നോക്കിയത്. ഇത്ര ബുദ്ധിയില്ലാത്തൊരു പ്രതിപക്ഷ നേതാവ് ഈ നാട്ടിലുണ്ടോ എന്ന സംശയം കൂടി പ്രകടിപ്പിക്കുന്ന തരത്തിൽ ആ ഹർജിയെടുത്ത് തോട്ടിലെറിഞ്ഞ് സതീശൻ്റെയും മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ചെന്നിത്തലയുടെയും ആരോപണങ്ങളെ മുഴുവൻ റദ്ദാക്കിക്കളയുന്ന വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. നേരത്തെ ഈ ഹർജി നൽകിയ സമയത്ത് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കരാറുകാരുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അതും കോടതി പരിഗണിച്ചില്ല. ഒടുവിൽ വിശദമായ വാദം കേട്ടതിന് ശേഷം എന്തിനിടെ സമയം മെനക്കെടുത്തുന്ന ഈ ഹർജിയായിട്ട് വരുന്നത് വലിയ മാധ്യമങ്ങളിൽ വാർത്തയും കൊടുത്തിട്ട് നേരെ തെളിവൊന്നും ഇല്ലാതെ കോടതിയിൽ വന്ന് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ആ ഡയലോഗ് കൊണ്ട് ഒരു കേസും വിജയിക്കില്ല എന്നത് സതീശൻ ഇന്നലകളിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്ന AI ക്യാമറ വിഷയത്തിലും തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സതീശൻ എന്ന വെറും ഡയലോഗ് അടി വീരൻ്റെ മറ്റൊരു കേസ് കൂടി കോടതി ഇന്നിപ്പോൾ ബോംബിട്ട് തകർത്തപ്പോൾ സതീശൻ പ്രഖ്യാപിച്ച ആ ബോംബ് ഒന്നുകൂടി സ്വന്തം ആസനത്തിലിരുന്ന് പൊട്ടുന്ന ദൃശ്യമാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത്.